നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രസാദ് ഏട്ടാ, ബിജുകുട്ടൻ ചേട്ടാ, നസീർക്ക. സ്വാഗതം സ്വാഗതം. മണിയുടെ നിവാസികളെ, ചേച്ചിമാരെ, അമ്മമാരെ, കുട്ടികളെ, തുടങ്ങാം. നമുക്ക് കിറ്റ് ഇറക്കട്ടെ. റെഡി? പോൾസേട്ടനുണ്ട്, ബാസേട്ടനുണ്ട്, കൂടെ അനീഷ് ബ്രോ. ഒരു നല്ല കൈഡി. രാവിലെ ഒന്ന് അടിച്ചിരുന്ന ഒരു മൂടായി അടിക്കാനിപ്പം എൻ്റെ വഴി. ആരെ വളച്ച പറഞ്ഞാൽ അടിക്കാൻ പറ്റും. രതീഷ് എന്ന് വിളിച്ച് നോക്കാം, അവൻ്റെ കാശ് വേണം. ഹലോ ഹലോ, ആ രതീഷ് അല്ലേടാ? ആ പറടാ. എടാ ഒരു 480 രൂപ ഗൂഗിൾ പേ ചെയ്യാവോ? 480 രൂപ? ആ അതെ അതെ. എന്താടാ? പാമ്പ് കടിച്ചു. വല്ലിച്ചനെ പാമ്പ് കടിച്ചു. നിന്റെ വല്യച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലമായില്ലേ? ഈ മെനകെട്ട കാരണം ഒരു ചാടിക്കയറി നേരത്തെ മരിച്ചു. ജീവിച്ചിരുന്നപ്പോഴോ ഒരു 450 രൂപയ്ക്ക് ഉപകാരമില്ല, മരിച്ചിട്ടും ഇല്ല. രതീഷേ, ഓ ചെറിയൊരു തിരുത്തുണ്ടാ. എന്താടാ? വല്ലിച്ചന്റെ മകനെയാടാ പാമ്പ് കടിച്ചത്. അതിന് വല്യച്ഛന് ഒരു മകളല്ലേ ഉള്ളു. ഈ കാരണം ഒരു മര്യാദക്ക് ഞാൻ പറഞ്ഞ ഒരു കുടുംബമായാൽ ഒരു ആൺതരി വേണം പാരമ്പര്യം നിലനിർത്താൻ. കേട്ടില്ല, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. രതീഷേ, അത് വേറൊരു വിഷയം ഉണ്ട്. അതാണോ ഞാൻ 480 എന്നെ കടം മേടിച്ചിട്ട് 1/2 ലിറ്റർ വാങ്ങിച്ച് അടിക്കാനല്ലേ? നീ 500 ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അറിയാതെ അങ്ങ് തന്നു പോയനെ. വെച്ചിട്ട് പോടാ. എങ്ങനെ ഇരിക്കണം? 500 രൂപ ചോദിച്ചിരുന്ന തരായിരുന്നെന്ന്. അവൻ 20 രൂപ ലാഭം കിട്ടിക്കോട്ടെന്ന് വെച്ച് ഞാനൊരു പരിപാടി ചെയ്താ. എന്ത് ചെയ്യാനെന്ന് പറ. ആ 20 രൂപ പിടിച്ച് അവൻ അത് ഉപേക്ഷിച്ച് കളഞ്ഞു. ഇതാണ് ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ഉപകാരം ചെയ്ത് ഇത് കൂട്ടിരിക്കും, പണി കിട്ടും. സതീശ, നീ പണിക്ക് പോയില്ലെന്ന്? എങ്ങനെ സമരം നടക്കൂല്ലേ? എല്ലാത്തിന് തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം നടക്കുവാണ് എവിടാ? ഡൽഹിയിൽ. അതിന് രാമപുരത്തോടൊപ്പം നീ എന്തിനാണ് അതിന്റെ ചൂടും പിടിച്ച് പഠിക്കും? ഞങ്ങൾ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ എവിടെ സമരം നടന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കും. അതുകൊണ്ട് പോയി. നീ ഇന്നലെ പഠിക്കുമല്ലോ, ഇന്നലെ എന്നാ പറഞ്ഞത്? നിങ്ങൾ ഈ സമരത്തിന്റെ ചർച്ച നടക്കുമായിരുന്നു. എവിടാ? ഡൽഹിയിൽ. നീ ഡൽഹി പോയാ? ഡൽഹി ഞാൻ പോയില്ല. അതാണ് പണിക്ക് പോകാൻ കഴിയല്ല. എന്നിട്ട് ഓരോരോ കാരണം പറഞ്ഞ് അതിന്റെ ചൂടം പിടിച്ച് പറയണ ആള് എല്ലാ ദിവസവും പണിക്ക് പോണ പോലെയാണ്. ഒന്നാന്തരം ഒരു കടയുണ്ടായിരുന്നു, അത് അടച്ചു പൂട്ടിട്ട് കുടുംബത്തിൽ കയറിയിരിക്കുകയാണ്. കാരണമുണ്ട്, കാരണമുണ്ട്. എന്ത് കാരണമാണ്? എടാ, ഈ നാട്ടുകാർ ശരിയല്ല. നീ കേക്കണം. ഞാൻ രാവിലെ ചെന്ന് കടയുടെ ഷട്ടറങ്ങ് തുറക്കാനും തിക്കിത്തിരക്കി വരുമല്ലേ, 1 കിലോ പഞ്ചസാര, അരി, മുളക്, ഉപ്പ് ഇതെല്ലാം ചോദിച്ചു. ചേട്ടാ അതോട്, ചേട്ടാ ഇതോട്, അതോട്, എനിക്ക് സ്വസ്ഥത തരുമോ? എടാ, ഒരു കടയായ കുറെ സാധനങ്ങൾ കടക്കകത്ത് വേണ്ടേ? വേണം. എങ്ങനെ ഉണ്ടാകും? ഇതുങ്ങൾ വന്ന് മേടിച്ചിട്ട് പോകല്ലേ? അത് ഒരാഴ്ച ഞാൻ 4 ആഴ്ച ഹോൾസെയിൽ കടയിൽ പോയി സാധനം എടുത്ത് കടയിൽ കൊണ്ട് വെക്കണം. എന്നിട്ട് അവിടെ ഇരിക്കുവോ? ഇത് കൊണ്ടുവരും മേടിച്ചിട്ട് പോകും, കൊണ്ടുവരും മേടിച്ചിട്ട് പോകും. പൈസ തന്നെയില്ലേ അവര്? പൈസയാണ് വിഷയം, സ്വസ്ഥത വേണ്ട. ഞാൻ അടച്ചു കൂട്ടി, ഇനി അമ്മാനൊന്ന് മേടിക്കണം, എനിക്കൊന്ന് കാണണം. എന്നിട്ട് പെണ്ണുമ്പിള്ള വീട്ടിൽ വന്ന് അങ്ങ് സുഖമായിട്ട് അങ്ങ് എങ്ങനെ സാധിക്കണടാ? പെണ്ണുമ്പിള്ള വീട്ടിൽ വന്നെങ്കിൽ ഒരു പണിയെടുക്കാൻ. പെണ്ണുമ്പിള്ള വീട്ടിൽ താമസം കൊണ്ട് അതിന്റെ വർക്കും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്ത് വർക്ക്? ഊണിന്റെ പരിപാടി ഞാനാ നോക്കുന്നത്, അറിയോ? എന്തൊക്കെ പരിപാടി? ഊണിനുള്ള ഇല വെട്ടിക്കൊണ്ടുവരുന്നത് ഞാനാണ്. അതാണോ ഇവിടെ ഫുൾ പരിപാടി നോക്കണം? അത് മാത്രമല്ല, ഈ ഊണ് കഴിഞ്ഞിട്ട് ഈ ഇല എടുത്തിട്ട് കളയുന്നതും ഞാനാണ്. ഈ 2 പരിപാടിക്കാണ് പെണ്ണുമ്പിള്ള വീട്ടിൽ വന്ന് നിൽക്കുന്നത്. 2 കൈയുള്ളൂ സതീഷ, എനിക്ക് അത്ര വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടോ? 2 വർക്ക് എടുത്തിട്ട് വരുന്നു, കളയുന്നു. 2 കൈക്ക് 2 പണിയാ കൊടുക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഈ പെണ്ണുമ്പിള്ള വീട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം എന്നാണ് ഉള്ളത്? എടാ, സ്ത്രീധനത്തിനെ ബാക്കി കിട്ടാണ്ടെന്ന്. ഒരു പണി, ഞാൻ നിന്റെ അളിയനെ കണ്ട് സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം. എന്താ ഇവിടെ ചോദിച്ച അപ്പഴേ എടുത്തു തരും, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് ശരി, ഞാൻ പണിക്ക് പോയി കാണാം. അതാണ് നിന്റെ ഉദ്ദേശം. ഞാനൊരു കാര്യം ഇരിക്കട്ടെ, നിന്റെ അളിയൻ എന്തോ ബിസിനസ് തുടങ്ങിയല്ലോ? അളിയനെ ഒരു ബിസിനസ് കോപ്പി അടിച്ചു തുടങ്ങിയതാ, വിഷയമായി പോയി. അതിൽ കോപ്പി അടിച്ചു തുടങ്ങിയ വിഷയം. നിന്റെ അളിയൻ എന്തോ ബിസിനസ്സാ കോപ്പി അടിച്ചു തുടങ്ങിയത്? 500 നോട്ട്, കള്ളനോട്ട് വരച്ചൊപ്പിച്ചിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടാ, കഴിഞ്ഞ ദിവസം വീട്ടില് പണിയില്ലാണ്ടിരിക്കുവായിരുന്നല്ലോ. ഈ ഇല്ലാണ്ടല്ലോ, പണിക്ക് പോകാതിരിക്കും. അങ്ങനെയും പറയാം. ഞാൻ വീട്ടിൽ വൈകിട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോ ചോറിനാൻ വേണ്ടി ഇരുന്നപ്പോ പെണ്ണുമ്പോൾ എന്റെ മുഖത്ത് നോക്കി കണ്ണീച്ചോറില്ലാത്തൊരു വർത്താനം പറഞ്ഞു. പണിയില്ലാതെ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കഞ്ഞിക്കകത്ത് മണ്ണ് വാരിയിടുന്നു. സഹിക്കാൻ പറ്റില്ല. നീ എങ്ങനെ പിന്നെ ആഹാരം കഴിച്ച് ജീവിക്കണം? വീടിന്റെ തൊട്ട് പറ്റ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അവിടെ പോയി ഞാൻ ചാപ്പാടടിക്കും. വിളിക്കാത്ത കല്യാണത്തിൽ പോയി അടിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായടാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണം മണ്ഡപത്തിൽ ചെന്നിരിക്കുക. അപ്പൊ ഇല വന്ന് ഡെസ്കിൽ ഇങ്ങനെ വിളമ്പി പോയി, ചൂട് ചോറ് വിളമ്പി. അപ്പൊ ഞാൻ നോക്കിയപ്പോ സാമ്പാറാണ് വരുന്നത്. അപ്പൊ സാമ്പാർ ഒഴിക്കാൻ വേണ്ടി ഞാൻ ചോറിനകത്തൊരു കുഴി കുത്തി നോക്കിയപ്പോ പെണ്ണിന്റെ അപ്പൻ
ഈ കുഴിക്കത്ത കുഴിക്കകത്തല്ലടാ, പെണ്ണിന്റെ അപ്പൻ ആ സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ എന്നിട്ട് പുള്ളി ഒരു ഡയലോഗാണ്, വിളിക്കാത്തവരാരെങ്കിലും ഈ മണ്ഡപത്തിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ വരുന്നുണ്ട്, തലവലിച്ചോളാൻ പറഞ്ഞു. എന്നിട്ടോ എന്നിട്ട് തന്നെ അവിടെ ആ നിര എഴുതുന്ന 50 പേര് ഒറ്റയടിക്ക് തലവലിച്ചത്. എടാ അത് അങ്ങനെയാണ്. എല്ലാരും വിളിക്കാതെ വന്നിരിക്കുന്നു. ഇതൊക്കെ എന്റെ അച്ഛൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ? മോനെ, ഒരിക്കലും വിളിക്കാത്ത കല്യാണത്തിന് ഊണ് കഴിക്കാൻ പോകരുത്. പിന്നീടാണ് ടിസ്റ്റ് നടന്നത്. പിന്നീടാണ് ഈ 50 പേര് തലവലിച്ചില്ലേ, ഉവ്വ. അതിൽ ആദ്യത്തെ തലവലിച്ചത് നിന്റെ തന്തയുടെയായിരുന്നു. കാരണം ഒരു പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യന് നാണം കെടുത്തു. എടാ ഈ കാലാവസ്ഥയെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ വരുന്നുണ്ടല്ലേ? അതെ അതെ, മഴക്കോളുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടോ, മഴ കപ്പപ്പുഴുക്ക് ജോയിഡി ഫ്രാങ്ക്, അതാണ് അന്തസ്. അങ്ങനെയല്ലോ, ആ സംഭവം അങ്ങനെയല്ലോ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് അങ്ങനെയല്ലേ? നിനക്ക് കട്ടൻ ചായയും ജോൺസൺ മാസം വരുമെങ്കിൽ നീ അതെടുത്തു. എനിക്ക് മഴ കപ്പപ്പുഴുക്ക് ജോയിഡി ഫ്രാങ്ക്. ശരിയാണ് സംഭവം. രമേശ, നീ ഒന്ന് ആലോചിച്ച്, ഒരു 1/2 ലിറ്റർ എടുത്ത് ഇതിന്റെ പുറത്തേക്ക് വെച്ചിട്ട് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒരു പകുതി വെള്ളം ഫുൾ ഒഴിക്കില്ല, ഒരു കപ്പയും കുറച്ച് ബീഫും ഒന്ന് വെച്ചിട്ടേ ഒരു ഗ്ലാസ് എടുത്ത് ചീസ് വന്നിട്ട് ഒന്നും മൊത്തണം. എന്നിട്ട് കപ്പയും ബീഫും കൂടെ എടുത്ത് പയ്യെന്ന് വായിലേക്ക് ഇട്ട് ചവക്കണം. എന്നിട്ട് ഈ വിരലുണ്ടല്ലോ, അത് ഈ കല്ലിന്റെ സൈഡിൽ ഇങ്ങനെ തുടക്കണം. എന്നിട്ട് ഈ ബാക്കി ഇരിക്കണം, ഒറ്റടിയടിച്ചങ്ങ് വെക്കണം. എന്നിട്ടൊരു ബീഫ് എടുത്ത് സതീശാ പറഞ്ഞ മേടിച്ചാലോ? കാശില്ല. അപ്പൊ പറഞ്ഞേ, പറയണേന് കാശ് വേണ്ടല്ലോ, പറയാലോ. നിന്റെ പെണ്ണുമ്പിള്ളോട് ചോദിക്കടാ. അവളെ മുന്നിൽ ചെന്ന് ചാടിക്കൊടുക്കും. ഞാൻ ഒരു ദിവസം 3 തവണ അവളെ മുന്നിൽ ചെന്ന് പെടാറുള്ളൂ. അതെപ്പോഴൊക്കെ? രാവിലെ കാപ്പികുടി, ഉച്ചക്കൂണ്, വൈകിട്ട് അത്താഴം. 4ാമത് തവണ അവിടെ കൺമുണ്ടി പെടത്തില്ല. അത്രയ്ക്ക് പ്രശ്നമാണല്ലേ? ഇനിയിപ്പൊ എന്നെ ചെയ്യൂന്നുള്ളതാണല്ലോ ഓർമ്മ. അടിക്കാൻ വാകീറിയ ദൈവം ബാക്കിയും കൂടെ കീറി കളയുള്ളൂ. കയ്യിലിരിപ്പ് തന്നെ. ആരെങ്കിലും ദൈവദൂതനെ പോലെ ഒരാള് നമ്മുടെ മുന്നിൽ വന്ന് കറുത്ത കോട്ടൊക്കെ ഇട്ടൊരു ദേവദൂതം വരുന്നുണ്ട്. അളീന അടിയണോ? പ്രോസിക്യൂഷൻ അദ്ദേഹം പറയും, പ്രോസിക്യൂഷൻ ഞാൻ പറയും. അപ്പൊ പ്രതി അവിടെ ഇരിക്കുന്നു. പ്രതി അവിടെ നിന്നിട്ട് പ്രോസിക്യൂഷൻ അവിടെ എന്താണ് വക്കീലാ ആളിയാ, ഞാൻ ആകെ ടെൻഷനിലാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നൊരു കേസ് വാദിക്കാൻ പോകുന്നു. അതിന് എനിക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല, പവർ കിട്ടുന്നില്ല. പിന്നെ ആകെ പ്രശ്നത്തില്ല. എന്ത് കേസ് വാദിക്കാൻ പോണേ? കേസ് കുറെ ഭയങ്കര കേസാണ്. ഭയങ്കര കേസാണ്. എന്തായാലും കൊലപാതക കേസാണോ? കൊലപാതക ചീള് കേസ്. പീഡനം പീഡന കാര്യം മൈൻഡ് ചെയ്ത്. പിന്നെ ബാങ്ക് കൊള്ള. അതാണ് ബാങ്ക് കൊള്ളക്കൊക്കെ ഒറ്റ ആളിന് ജാമ്യം കിട്ടും. എന്താ പകരവേദനമായിരിക്കും ഇത് ഒന്നുമല്ല, ഇത് ഭയങ്കര കേസാ. എന്താ സംഭവം? എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ട്രയൽ ചെയ്തില്ല, പഠിച്ചില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പണിക്ക് പോകാനാണോ? അത് നിങ്ങൾ പോകത്തില്ലെന്ന് എനിക്ക് അറിയാലോ. അതല്ല, അതായത് നിങ്ങൾ ഒരാൾ ജഡ്ജിയായിട്ട് നിൽക്കണം, ഒരാൾ പ്രതിയായിട്ട് നിൽക്കണം. ജഡ്ജി ഞാനാവാം. ജഡ്ജി ഞാനായിക്കോളെ, എന്റെ കൈ ജഡ്ജി നിൽക്കും. നിങ്ങൾക്ക് ജഡ്ജി ആവാൻ യോഗ്യതയില്ല. യോഗ്യത കാര്യം സംസാരിക്കില്ലേ? യോഗ്യത എനിക്ക്, ഞാൻ 7ാം ക്ലാസ് പാസ്സാണ്. അതാണ് വലിയ യോഗ്യത. അങ്ങനെ യോഗ്യത എനിക്കുണ്ട്. നിനക്കെന്ത് യോഗ്യത? ഞാൻ 8ാം ക്ലാസ് ഫെയിലാണ്. ഫെയിലാണോ പെരുസ്? പാസ്സാണോ പെരുസ്? പാസ്. അപ്പൊ ഞാൻ ജഡ്ജി. ഈ പുള്ളിക്ക് ജഡ്ജി ആവുള്ള യോഗ്യത എന്ന് പറഞ്ഞ സാധനം. ഞാൻ ജഡ്ജി, എന്റെ ജഡ്ജി ഞാൻ. കുഴപ്പമില്ല, പുള്ളി ജഡ്ജി ആയിക്കോട്ടെ. നിങ്ങൾ പ്രതിയാവ്. അപ്പൊ നമ്മൾ ട്രയൽ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്. യുവർ ഓണർ. കിച്ചിക്കോ, അങ്ങനെ പറയരുത്. പ്രൊസീഡ് എന്ന് പറയണം. ഓണർ, യു പ്രോസിക്യൂട്ട്. അങ്ങനെ പറയല്ലേ, കൈ കാണിച്ചാ മതി. മെലോഡ് ആയിക്കോട്ടെ. ആളിയെ മിണ്ടാതെ കേട്ടാ മതി, ഞാൻ പറഞ്ഞോളാം. യുവർ ഓണർ, ഈ നിൽക്കുന്ന മണികണ്ഠൻ എന്ന പ്രതി കഴിഞ്ഞ മാസം 12-ാം തീയതി തന്റെ കൂട്ടുകാരനെ സുഭാഷുമായി ചേർത്ത് ഒരു പൈന്റ് എടുത്ത് അടിക്കുന്നു. പൈന്റ് അടിച്ചടിച്ചിൽ അവസാനം ഒരു പെഗ് ബാക്കി വന്നു. ആ പെഗ് ലവ് സിപ്പാക്കാൻ തീരുമാനിച്ച് ലവ് സിപ്പിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം സുഭാഷ് കുടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ പ്രതിയായ മണികണ്ഠൻ സുഭാഷിന്റെ തലയിൽ കുപ്പി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് കൊലപാതകപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആയതിനാൽ ഈ പ്രതിക്ക് മതിയായ ശിക്ഷ നൽകണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നോണർ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലവ് സിപ്പ് അടിച്ചിട്ട് കൂടിപ്പോയെന്ന് പറഞ്ഞ് തലക്കെട്ട് അടിച്ചു? അവിടെ നിന്ന് ജഡ്ജി എന്ന നിലയ്ക്ക് ഞാനിത് മൊത്തം കേട്ടിട്ട് പറയുക, ഈ കേസ് അളിയൻ തോക്കും. ഇത് ഭയങ്കര കേസാണല്ലേ. അളിയന്റെ ഓപ്പോസിറ്റ് വക്കീലാരാ? കൈമൾ വക്കീല്. അയ്യോ, കൈമൾ വക്കീലാണോ? കൈമൾ വക്കീൽ ചെയ്ത പരിപാടി അറിയോ? കഴിഞ്ഞ മാസം പുള്ളി ഒരു കേസ് വായിച്ചിട്ട് പുള്ളിയുടെ ഓപ്പോസിറ്റ് വക്കീലില്ലേ, പുള്ളിനെ ജീവനം നശിച്ചു. അത് ഞാനൊരു കാര്യം കിട്ടും, കൂട്ടുകാർ തമ്മിൽ ലവ് സിപ്പ് അടിച്ചിട്ട് തലതല്ലി പഠിച്ച കേസ് നിൽക്കത്തില്ല. റിയാലിറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്, നിനക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? എനിക്ക് ആളിന് ഇതുവരെ അങ്ങനെ വല്ല അനുഭവം? എനിക്ക് അനുഭവം
അനുഭവമില്ല. അളിയന് തന്നെ വിശ്വാസമില്ല, പിന്നെ കേസ് പക്ഷേ അളിയ ചാർജ് ഷീറ്റൊക്കെ സമർപ്പിച്ചതാണെന്ന്. അതിനൊന്നും കോടതി നിൽക്കില്ല. ഞങ്ങൾക്ക് പോലും ഇത് സെറ്റ് ആവണില്ല. ഇപ്പൊ അത് രണ്ടുപേരും അടിച്ചോ. ആരൊക്കെ? സുഭാഷും മണികണ്ഠനെ അടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ ആ സെയിം സംഭവമാണ് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ കേസിനൊരു ബലം. അളിയനൊരു വിശ്വാസം ഈ സംഭവം നടക്കുമെന്നറിയാം. പഠിച്ചാൽ അടിപിടി ഉണ്ടാകുമെന്നൊന്ന് നോക്കണമല്ലേ? മദ്യം വേണമല്ലോ അല്ലേ? മദ്യം നോക്കാൻ മദ്യം എന്റെ ഉണ്ട്. ഞാൻ കേസ് ജയിക്കുകയാണെങ്കിൽ പാർട്ടി നടത്താൻ വേണ്ടി ഒരു സാധനം മേടിച്ച് വെച്ചായിരുന്നു. സംഭവമുണ്ട്. തുടങ്ങാല്ലേ? സംഭവം ഉണ്ടല്ലേ? അപ്പൊ സുഭാഷും മണികണ്ഠനും കൂടി അടിച്ചു. സംഭവം ഞാൻ കരുതിയിരിക്കണല്ലോ. അയ്യോ, കത്തി നടക്കരുത്. അടി എപ്പോഴും നടക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആയുധം വല്ലതും വെക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ആരായിരുന്നു? മണികണ്ഠനല്ലേ? ഓക്കെ. മണികണ്ഠൻ അടിച്ചതിന് ശേഷമാണ് ഈ വിഷയം ഉണ്ടായത് അല്ലേ? അളിയാ, ഒരു വിഷയം ഉണ്ട് അളിയാ. എന്താ അളിയാ? ഈ ജഡ്ജി എന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, അളിയനല്ലേ ഫിഗർ കറക്റ്റ് പറഞ്ഞത്? ഇല്ല, ഫിഗർ മാത്രമേ ഫിഗറേ ഉള്ളൂ. പിന്നെ വിദ്യാഭ്യാസം പാസ്സല്ലേ അളിയ? 7ാം ക്ലാസ് പാസ്സായ ആരെങ്കിലും ജഡ്ജി ആയിരുന്ന ചരിത്രമുണ്ടോ? ജഡ്ജിയുടെ കറക്റ്റ് മീശ വരെ ഉണ്ട്. കറക്റ്റാണ്. ഈശയിലല്ലടാ ജഡ്ജിയുടെ കാര്യം, വിദ്യാഭ്യാസം വേണം. അളിയ കറക്റ്റ് ജഡ്ജിയാ. ജഡ്ജിയായ മതി. വേണ്ടെന്ന് അവന് വിദ്യാഭ്യാസം 8ാം ക്ലാസ് പുള്ളി. അതിൽ കാര്യമില്ല. ഞാൻ ഈ കേസിൽ ഞാൻ വീക്കാണ്. അളിയ ജഡ്ജിയായ മതി. ഇനി മാറ്റം ഇല്ല. ഓക്കെ. പിന്നെ ഞാൻ മണികണ്ഠൻ വീണ്ടും രണ്ടാമത്തെ പേക്ക് അടിക്കുക. അതെ, ഈ രണ്ടാമത്തെ പേക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കശാപിശ തുടങ്ങുന്നത്. വേറെ സംഭവമുണ്ട്. ഇത് ആരൊക്കെ തമ്മിലാ? മണികണ്ഠനും സുഭാഷും. സുഭാഷ് എവിടെ? ഒരു കാര്യം, ഞാൻ മണികണ്ഠനായിട്ട് ഓർമ്മ അടിക്കുന്നു, ഇപ്പുറം മാറിയെന്ന് ഞാൻ സുഭാഷായിട്ട് അടിക്കുന്നു, ഇവിടെ നീ അടിക്കുന്നു, ഇപ്പുറം അടിക്കുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ടും കൂടെ മാറി ചെയ്യാം. മോണാക്ട് അല്ല കോടതി കൊണ്ട് കാണിക്കാനായിട്ട്. റിയാലിറ്റിയാണ്. സുഭാഷ് വേണം. അങ്ങനെയാണ് കാര്യം ചെയ്യാം. ഞാൻ ജംഗ്ഷനിൽ പോയി ഒരാളെ വിളിച്ചോണ്ട് വരാം. അയ്യോ, അപ്പൊ ഷെയർ കൊടുക്കേണ്ടി വരും. ക്യാരക്ടർ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഷെയർ കൊടുക്കേണ്ട അതിന്റെ ആവശ്യമില്ലെന്ന്. നമുക്ക് ചെയ്യാവുന്ന ക്യാരക്ടർ ഉള്ളത്. ഇനിയിപ്പോ ഒരു പണി ചെയ്യാം. ഞാൻ ഡബിൾ റോൾ ചെയ്യാം. ഡബിൾ റോൾ നിങ്ങളുടെ നിക്കത്തില്ല കേട്ടോ. ഡബിൾ റോൾ നിങ്ങളുടെ നിക്കത്തില്ല. ഡബിൾ റോൾ എന്റെ ഭദ്രമാണ്. ഞാൻ ജഡ്ജിന്ന് അങ്ങ് ഇറങ്ങുക. തൽക്കാലത്തേക്ക് ഒരു സുഭാഷും കൂടി ഞാനങ്ങ് പിടിക്കുക. ഡബിൾ റോളൊക്കെ ചെയ്ത ശീലം ഉണ്ടോ അളിയന്? ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ? പിന്നെ ഒഴിച്ച് സുഭാഷിനോടി. സുഭാഷ്, വെള്ളം വേണ്ട കേട്ടോ. എന്താ അളിയാ, അവരെന്താ അടിച്ചപ്പോ ഈ ഡ്രൈ അടി മാത്രം ടച്ചിങ്സ് ഒന്നും ഇല്ല. പിന്നെ ഉണ്ടായിരുന്നു കപ്പയും ബീഫ് ഫ്രൈയും. തൊണ്ടി മുതലാണ്. തൊണ്ടി മുതലില്ലാതെ സാധനം ഉണ്ടോ? വീട്ടിൽ കാണും. ഒരു കക്കയരച്ച ഒരു മീൻ വറുത്തതും. എന്റെ അത് ഷാപ്പല്ല, ഇത് വീടാണ്. ഉള്ളത് കൊണ്ടാ വറുത്തെടുത്തിട്ട് വാ. കോടതിക്ക് വെള്ളം വേണ്ട. അല്ല, അത് ഈ രണ്ട് ക്യാരക്ടർ ചെയ്ത് മാറിപ്പോയി. സുഭാഷ് ഇപ്പൊ സുഭാഷാണ്. ഇത് ചാടി നിൽക്കുവാണല്ലോ. വക്കീല് സംഭവം ചൂടുണ്ട്. വഴക്കുണ്ടാക്കാനുള്ള മൂടുണ്ടോ? ഈ സാധനം ഒരെണ്ണം അടിച്ചിട്ട് ഒന്നും ഈ ലൗസിപ്പിന്റെ സംഭവം ഇവിടെ തോന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പോട്ടെ. അല്ലെ ഞാനും കൂടെ ഒരെണ്ണം അടിച്ചാലേ? അല്ല, ഒരെണ്ണം ഞാനും കൂടെ കമ്പനിക്ക് അടിച്ചാലേ? അളിയന് വെളിവില്ലേ? അളിയൻ വക്കീലാണോ? അതെ, വക്കീൽ. അവർ അന്ന് വെള്ളം അടിച്ചപ്പോൾ വക്കീൽ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ ഇപ്പൊ എങ്ങനെ അടിക്കും? നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ തോപ്പിക്കാനുള്ള പരിപാടിയാണ്. ഒരു ബീഫ് എടുത്ത് എന്തെടുത്ത് കഴിക്കാനാണ്? ബീഫ്. സുഹൃത്തെ, ഈ കേസ് എന്നാ നടന്നത്? കേസ് 2 മാസം 2 മാസം മുമ്പ് നടന്നല്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നിട്ട്? നിങ്ങൾ വക്കീൽ, അതിന് ശേഷമാണ് നിങ്ങൾക്ക് കേസ് കിട്ടിയത്. നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല. ഈ സിറ്റുവേഷനിലേ നിങ്ങളില്ല. അതാദ്യം മനസ്സിലാക്കണം. ഇപ്പോഴാണൊരു കാര്യം മറന്നുപോയത്. എന്താണ്? മറന്നുപോയി, പിടിയിട്ടില്ല. ഒരു പേപ്പർ കാണാതെ പോയി. അതായത് ഈ കേസ് നടക്കുന്ന സമയത്ത് ഈ രണ്ടുപേരും അടിക്കായിരുന്നല്ലോ. തൊട്ടയലൊക്കെ താമസിക്കുന്ന രവിചേട്ടൻ, നല്ല തടിയുള്ള മീശയുടെ ഉണ്ണിയൊക്കെ രവിചേട്ടൻ. അതെ, ഈ രവിചേട്ടൻ ഇങ്ങനെ പറമ്പത്തുള്ള നടന്നു വരാണ്. സുഭാഷ് മണിയുടെ ഷെയർ അടിക്കാനോടാ. അങ്ങനെയാണെങ്കിൽ ഈ രവിചേട്ടൻ പറഞ്ഞു അടിച്ചോട്ടെ, ഒന്ന് അടിച്ചാൽ അടിക്കാം എന്ന്. എന്താണ് അളിയന്റെ ഉദ്ദേശം? അല്ല, രവിചേട്ടനായിട്ട് അടിക്കണമല്ലോ. സുഭാഷും മണിയന്റെ കൂടെ രവിചേട്ടൻ വന്നടിക്കാം. അളിയൻ രവിചേട്ടനായിട്ട് വന്ന് അടിക്കാൻ ക്യാരക്ടറായിട്ട് വന്ന ക്യാരക്ടർ വേണമല്ലോ. ഇവിടെ ക്യാരക്ടർ വേണം. അളിയന്റെ ഓപ്പോസിറ്റ് വക്കീലാരാ? കൈമൾ വക്കീല്. ആണോ? അതെ, ആണോ? കൈമൾ വക്കീലിന്റെ സ്വഭാവം ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ഇനി ഇവിടെ വന്ന് ഇത് എന്നാ അളിയനെ കൂടി പുള്ളി പ്രതിപട്ടിക ചേർക്കും. 2 പ്രതികളാണ് ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത്. രവിചേട്ടൻ വേണ്ടേ? രവിചേട്ടൻ വേണം. ആരുണ്ട്? പിന്നെ ഞാൻ ചെയ്യും. ഞാൻ
3 ക്യാരക്ടർ നിങ്ങൾ നിക്കത്തില്ല കേട്ടോ, വേറെ തമാശ കളിക്കരുത്. ക്യാരക്ടർ എന്റെ ഭദ്രമാണ് സുഭാഷ്. നടക്കില്ലാട്ടോ അത്. എടാ ഞാൻ ഇതിനു മുമ്പ് 3 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എവിടെ? സ്കൂളിൽ നാടകത്തിന് കാട്ടാളൻ, മുനി, ക്ലൈമാക്സിൽ വല്ല പടൻ, ഇത് 3 ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ രവിച്ചേട്ടൻ വന്ന പറഞ്ഞാൽ അടിക്കണം, അത്രേ ഉള്ളൂ. സതീഷ് മണികണ്ഠനടി, രവിച്ചേട്ടൻ വരും ഇപ്പം. രവിച്ചേട്ടൻ വന്ന അടിച്ചിട്ട് വായിക്കാനും മണികണ്ഠോ ആരാഴ്ച അടിയല്ലേ? ചെറിയൊരു കമ്പനി. കൊള്ളാടാ, ഞാനും കൂടെ കൂടാടാ. നിങ്ങളുടെ കമ്പനി തുറക്കട്ടെ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പില്ല, നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു പ്രോത്സാഹനം ഒഴി. അല്ല ഇപ്പൊ ഒരെണ്ണം കീച്ചിട്ടങ്ങ് പോയല്ലോ ഉള്ളൂ. അത് രവി, സുഭാഷിന് ഒഴിയടാ. അല്ല നീ തലക്ക് പിടിച്ചത് നിങ്ങൾ തന്നെയല്ലേ? രവി വന്നടിച്ചേ, നീ സുഭാഷിന്റെ തലക്ക് എങ്ങനെ പിടിക്കണം? സുഭാഷ് അടിച്ചില്ലല്ലോ, സുഭാഷിന്റെ ടേണാണ്. സുഭാഷിന് ഒഴി. ആയിക്കോട്ടെ. രവിയാണ് അടിച്ചിട്ട് പോയത്. അത് നമ്മളോട് ചോദിക്കാതെ വന്ന് അടിച്ചിട്ട് പോയി. സുഭാഷിന് ഒഴി. ഓക്കേ, കറക്റ്റാണല്ലോ ഇപ്പൊ സുഭാഷ് ഒരു ലെവലായി. ഞാൻ അപ്പഴേ കുറച്ച് സാധനം ഉണ്ട്. കൊള്ളാം. ഇത് ഞാൻ അടിച്ചോട്ടെ? അല്ല ഞാൻ അടിച്ചല്ലേ, ഞാൻ പിടിച്ചില്ല. ലൗസിപ്പ് അത് ലൗസിപ്പ് അടിക്കാന്ന്. ആദ്യം അടിച്ചോ. ഇല്ല അടിച്ചോ. ആദ്യം അടിച്ചോ. ഞാൻ അടിച്ചോടാ. അതാ ആദ്യം രവീന്ദ്രൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരെണ്ണം അടിച്ചല്ലോ. അപ്പൊ അത് അറിയായിരുന്നു അപ്പേ. അല്ല അന്നേരം സാധനം ഉണ്ടായിരുന്നു. ഇത് ലൗസിപ്പ് അടിക്കാം. ഇതെന്നാ മെനക്കെട്ട കൂടി ഓടിച്ചു. അത് ശരിയായില്ല. അല്ല അടിച്ചു. അല്ലല്ല, അത് മോശം. ലൗസിപ്പ് എന്ന് പറഞ്ഞാൽ പകുതി വീതം അടിക്കണം. ഇച്ചിരി ഇറങ്ങിപ്പോയി. ആദ്യം അടിക്കാൻ തന്നെ നിന്നോടുള്ള വിശ്വാസം കൊണ്ട് അതപ്പോ നീ മുഴുവൻ കൂടി മോന്തിട്ട് ആവർത്തനം കാണിക്കില്ല. ഇച്ചിരി കൂടി പോയി. ഇത്തിരി കൂടി പോയോ? അതിന് ഇത്തിരി കൂടി പോണം. ഒപ്പത്തിനൊപ്പം അടിക്കണം. കൂടുതൽ കുടിക്കും. കോടതിയിൽ കേസ് പോകും. കോടതിയിൽ വെച്ച ഈ കേസ് തീരുള്ളൂ. നീ എന്റെ കയ്യിൽ വക്കീല് കേസ് മിണ്ടത് ആരാ വിളിക്കുന്നത് ദൈവമേ? അയ്യോ സീനിയർ വക്കീല്. ഹലോ സാറേ, പറഞ്ഞു സാറേ. താനിതോടെ പോയി കിടക്കോരോ? ലേറ്റായി പോയി. എടോ 11 മണിക്ക് കോടതി ഹാജരാണ്ടല്ലേ? അതെ. താൻ ഇത്ര വരാൻ കാരണം ജൂനിയർ വക്കീലിനെ വെച്ച് ആ കേസ് തോറ്റാ. സാറ് പേടിക്കേണ്ട, സെയിം ഒരു കേസ് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാദിച്ച് ജയിക്കാം സാറേ. ഇതിൽ എഴുതിയിരിക്കുന്ന കറക്റ്റാ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നല്ലൊരു ഐഡിയ ആവാ. നല്ല സ്കിറ്റ് ചേട്ടാ. ഇതിന്റെ കണ്ടന്റ് ആരാണ് ശരിക്കും? ഈ കണ്ടന്റിന് ആദ്യം തന്നെ വലിയൊരു കയ്യടി തരണോട്ടാ. ഉഗ്രം കണ്ടന്റ് അല്ലേ? അതെ അതെ. കാരണം കുടിക്കാൻ ആവേശമുള്ള കുറേ കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് പല രീതിയിലായിരുന്നത്. മരിച്ച വീട്ടിൽ വരുന്നു, കല്യാണ വീട്ടിൽ വരുന്നു, തലേ ദിവസം പോകുന്നു, അങ്ങനെ കുറേ ഷെയർ ഇട്ട് കടിക്കുന്നു. പക്ഷേ ഈ കോടതിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ വക്കീലായിട്ട് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യമുണ്ട്. കാരണം നമ്മൾ കുറേ സാധനം കണ്ട് മടുക്കുമ്പോൾ ആ മടുക്കുന്ന സമയത്ത് വേറൊരു സാധനം അതേപോലത്തെ വേറൊരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊരു കോടതിയായിട്ട് ബന്ധപ്പെടും എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം കണ്ടന്റ് തന്നെ ഭയങ്കര ഹിറ്റാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. വക്കീൽ വന്ന് അനീഷിൻ്റെ ആദ്യത്തെ പ്രകടനത്തിൽ തമാശകൾ ഇല്ലായിരുന്നെങ്കിലും നല്ല ചടുലമായിട്ട് വർത്താനം പറഞ്ഞിട്ട് ഒരു വക്കീൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കോർട്ടിൽ അത് കറക്റ്റായിട്ട് ചെയ്ത്. പക്ഷെ അതിൻ്റെ ഹ്യൂമർ കിട്ടിയത് ഇതൊരു ചിരി അലക്കണ കല്ലിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ചിരിച്ച് ആ ചിരി ഉഗ്രം ചിരിയായിരുന്നു ബാസി. കാരണം ഇത്രയും പ്രൊഫഷണലായിട്ടൊരു വക്കീൽ വാദിക്കണത് നിങ്ങൾ ഇത്രയും ലോക്കലുള്ള ആൾക്കാർ ചിരിച്ചുകൊണ്ട് അത് നർമ്മത്തിലൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ ക്ലൈമാക്സ് ഇത് ക്ലൈമാക്സ് നമുക്കറിയാവുന്ന നമ്മൾ മദ്യം വിഷമാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണെങ്കിൽ പോലും ഈ കണ്ടന്റിൽ ആപ്റ്റായിട്ടുള്ളൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ബമ്പനായിരുന്നു കേട്ടോ. ബമ്പർ ഹിറ്റ് സാധനം തന്നെയായിരുന്നു. 3 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു നസീർക്ക. അടിപൊളി, ഗംഭീരമായിരുന്നു കേട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഞെട്ടൽ വന്നു. ആദ്യത്തെ ഫോൺ കോള് ഭാസി തന്നെ നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ഒരു ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടിൽ വന്ന്
വെള്ളം അടിക്കാൻ വേണ്ടി ഇതേപോലെ ഗൂഗിൾ പേ ചെയ്യിപ്പിച്ച് പൈസ ഇട്ട് കഴിക്കുന്ന ഒരു സാധനം ചെയ്തു. ഞാൻ ആലോചിച്ചു അത് മറന്നു പോയിട്ട് അത് തന്നെ ഇവിടെ റിപ്പീറ്റ് അടിക്കുന്നതാണോ അതോ അത് ഓർമ്മയില്ലാതെ വന്നതാണോ. പക്ഷെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിനെ കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അവനൊരു 20 രൂപ ലാഭം കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാണ് 480 രൂപ ചോദിച്ചതാണ് പറ്റിപ്പോയത്. 20 രൂപ അവന് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അതങ്ങനെ മാറിപ്പോയത് കൊണ്ട് ആ ബന്ധം അങ്ങോട്ട് മാറിപ്പോയി. ഏതാ നിങ്ങൾ ആദ്യം ചെയ്ത് അതുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് പോയി. പിന്നീട് ബാലൻസ് എന്ത് വരുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പോലെ പണിക്ക് പോകാത്ത 2 ഭർത്താക്കന്മാർ എങ്ങനെയും ഒരെണ്ണം അടിക്കണമെന്നുള്ള കാരണങ്ങൾ. പക്ഷേ അതിൻ്റെ ട്വിസ്റ്റ് കിടക്കുന്നത് എപ്പോഴും വക്കീൽ വന്നതിന് ശേഷം അത് 3ാമത്തെ ക്യാരക്ടർ എൻട്രി ആകുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ മെയിൻ ത്രെഡ് അങ്ങോട്ട് വന്നു കയറുന്നത്. അവിടെ തൊട്ട് ഒരു അനത്തായിരുന്നു അങ്ങോട്ട്. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ മാത്രം അത്ര അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് എൻ്റെ ആ ഒരു മെസ്സേജ് പറഞ്ഞ് നിർത്തിയത്. അതിൽ കൂടുതൽ ഇത്രയും ഹൈപ്പിൽ വെച്ചതിനെ ഒന്നും കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലത് ചെറുതൊരെണ്ണം കൂടെ കിട്ടിയേനെ. അല്ല എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാണത്. എങ്കിലും സാരമില്ല. പക്ഷെ ഉള്ളിൽ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ളത് ഒരുപാട് ചിരിക്കാനുള്ളത് നിങ്ങൾ തന്നു. ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. ഞാനിതിൻ്റെ വേറൊരു ആംഗിളാണ് പറയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ല പഠിപ്പുള്ള നല്ല ഡോക്ടർമാരുണ്ടാവും, നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അതുപോലെ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ചവരുണ്ടാവും. കോടീശ്വരന്മാരായിട്ടുള്ള ഇവിടെ ജ്വല്ലറി നടത്തുന്നവർ, ടെക്സ്റ്റൈൽസ് നടത്തുന്നവർ, അങ്ങനെ ഗംഭീര ആളുകൾ. അവരുടെ ഒരു ബുദ്ധിപരമായ ഇൻകം ടാക്സ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പഠിത്തം 10ാം ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രിപ്റ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഞാൻ. കാരണം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആരാണെന്ന് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 2ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാസി ഇതെങ്ങനെ കഴിക്കുന്നതിനെ കുറിച്ച് ആളുകളെയൊക്കെ കൊതിപ്പിച്ചു. കുടിക്കുന്നവരെ വഴി കഴിക്കുന്ന ഓരോരോ സീനെടുത്ത് കാണിക്കുന്നു, കഴിക്കുന്നു. 3ാമത്തെ സെക്ഷനാണ് നമ്മുടെ വക്കീലിൻ്റെ എൻട്രിയും വക്കീലിൻ്റെ കലാപരിപാടികളും. അവിടെ ഇവരുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നു. 4ാമത്തെ സെക്ഷൻ ഇവർ വക്കീലിനെ ഒരു മണ്ടനാക്കുന്നു, ഇവർ കയറി തകർക്കുന്നു. അങ്ങനെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടും വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള. നിങ്ങളിത് ആലോചിച്ചപ്പോൾ ഇത്ര ഇൻ്റലക്ച്വലായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിനകത്ത് നല്ലൊരു ബുദ്ധിയുണ്ട്. ആരാണ് ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള പല ബുദ്ധിയും നമ്മുടെ പല കഴിവുകളും നമ്മളറിയില്ല. ബാസിയുടെ ആ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, മദ്യം കഴിക്കാൻ പോകുന്ന പ്രസൻറ്റേഷൻ, കട പൊട്ടിക്കുന്ന പ്രസൻറ്റേഷൻ, അവസാനം ഡബിൾ റോൾ ട്രിപ്പിൾ റോൾ, അത് അതിലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അവർ ഇത്രയൊക്കെ ഹ്യൂമർ ചെയ്തപ്പോൾ അവസാനം ഒരു നല്ല സന്ദേശം കൊടുക്കാമെന്ന് ഓർത്ത് അത് ചെയ്തതാണ്. അത് ഹ്യൂമറസ് അല്ല, പക്ഷേ അതിന് വേറൊരു നല്ല ഉദ്ദേശമുണ്ട്. അതിനൊരു പ്രത്യേക കയ്യടി. എന്തായാലും അവര് റിയൽ ആയിട്ട് കഴിക്കാനുള്ളത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അതെ, നല്ല ഭക്ഷണം ഭക്ഷണത്തിനുള്ളത് കൊടുക്കാം. അതെ, ആരാണ് ആദ്യം? പ്രസാദ് ഏട്ടൻ കൊടുക്കട്ടെ. പ്രസാദ് എത്ര? അപ്പൊ ഞാനൊരു 20,000 തുടങ്ങുന്നു. 20,000 രൂപ ഒരു തുടക്കം മാത്രം. 20,000 രൂപ ഞാനും കൂടെ തരികയാണ്. ഞാനും ഒരു 20,000 രൂപ ഞാനും തരാം. 40 ആയിട്ടുണ്ട്. 40,000 ആയിട്ടുണ്ട്. വിജുക്കുട്ടി ചേട്ടാ അയച്ചോ? എന്തായാലും കേസ് വരും. ഈ പുള്ളിക്കാരൻ 2ാമത് കേസ് എടുക്കും. കേസിന് പോകേണ്ട വരും. എന്നാ പിടിച്ചോ. ടോട്ടൽ 75,000. സിൽവർ പഞ്ച്, അടുത്ത സിൽവർ പഞ്ച്. ഓ, ബാക്ക് ടു ബാക്ക് അല്ലേ? അടുപ്പിച്ച് എത്രാമത്തെയാ? ഓ, അടിപൊളി ഉഷാർ. എണ്ണം വിട്ടുപോയി. മത്സര ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് ബ്രോ പറയൂ. ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു സ്കിറ്റ് ചെയ്യാൻ സാധിച്ചതിൽ. വെരി താങ്ക്സ്. കൂടുതലൊന്നും പറയാൻ വയ്യ. ഓക്കെ ചേട്ടാ, അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. അതെ, അത്രേ ഉള്ളൂ. സന്തോഷം. ഇത് നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാണോ അതോ? ഇല്ലില്ല, ഇത് കഴിഞ്ഞ ഷെഡ്യൂളിൽ കളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് സെറ്റ് ചെയ്ത് ഈ ഗ്യാപ്പിൽ കയറ്റി. അത്രേ ഉള്ളൂ. അന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാലും കുറെ കൂടെ കൗണ്ടർ ഇതിൽ ഇപ്പൊ ഇന്ന് കയറിയില്ല. കുറച്ചുകൂടെ കയറി. പിന്നെ കുറച്ചുകൂടെ നമ്മളെല്ലാം വന്നു. ബാസിയേട്ടാ പറ. ബാസി പറഞ്ഞോ രവി പറഞ്ഞോ, ഏത് ക്യാരക്ടർ പറയണ്ടേ? ബാസിയേട്ടൻ പറ. എന്ത് പറയാ എല്ലാവർക്കും വേണ്ടിട്ട് 70,000 സന്തോഷം. ഇതിപ്പോ 70 കിട്ടില്ല. ഇന്നും വക്കീലുമായിട്ടൊരു കേസ്. അതിങ്ങനെ ഉഷാറായിട്ട് ഓരോ ദിവസം പുതിയ സ്കിറ്റുകൾ കൊണ്ടുവരും. ഇഷ്ടംപോലെ കാശ് വാങ്ങിച്ചിട്ട് പോകും. വക്കീൽ സാർ, താങ്ക് യു സോ മച്ച്. നടക്കട്ടെ. വൈകിട്ട് ഒരു രവിചേട്ടനായിട്ടൊന്ന് കാണണം. നമുക്ക് ഇരിക്കണം. തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. ഫ്ലവേഴ്സ് കോമഡിയുടെ ഐറ്റം ഏറെ. അടുത്ത ഒരു സ്കിറ്റ് ഒരു ടീം റെഡിയാണ്. ഇപ്പോൾ വിളിക്കാം. നമ്മുടെ സുധീഷ് മുല്ലൂരുണ്ട്, വിജോഗി ചേട്ടനുണ്ട്, കൂടെ സൂര്യ ഉണ്ട്. ഒരു നല്ല ഗൈഡ് കൊടുത്തവർക്ക് പോലും കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് കുഞ്ഞി വെച്ചതാരാണി കിന്നരിപ്പം
നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിന്റെ ഈ ബൊമ്മയെ പിടിച്ച് കേട്ടിരുന്നു അവിടെ ഒരു പാവ. എന്തോന്ന്? ചുപ്പനല്ല കുപ്പൻ. ചുപ്പനെ പറയരുത് കേട്ടാ. എന്നാ ഒരു കാര്യം പറയാം, നിന്റെ അപ്പൻ അത് കുഴപ്പമില്ല. കണ്ടോ, അച്ഛനെ പറഞ്ഞപ്പോ അവർക്ക് ഒരു വിഷമമില്ല, അവിടെ ചുപ്പനെ പറഞ്ഞപ്പോ കണ്ടോ അണ്ണാ, ഓരോരുത്തർക്ക് ഓരോ ഭ്രാന്ത്. ചിലർക്ക് യാത്ര ഭ്രാന്ത്, ചിലർക്ക് ബുള്ളറ്റ് ഭ്രാന്ത്, ചിലർക്ക് മേക്കപ്പ് ഭ്രാന്ത്. കണ്ട, എന്റെ പെണ്ണുമുളക്ക് ബൊമ്മയോടാണ് ഭ്രാന്ത്. അതെ, കല്യാണം കഴിക്കാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞ്, മോനെ എന്റെ മോക്ക് 24 മണിക്കൂറും ബിയറിനോടാണ് താല്പര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകിട്ട് ഷെയർ അടിക്കാൻ ഒരു കൂട്ടായല്ലോ എന്ന്. വന്ന് നോക്കിയപ്പോഴല്ലേ അറിഞ്ഞ ഈ ബിയറിനോടല്ല താല്പര്യം, ടെഡി ബിയറിനോടാണ് ഇവക്ക് താല്പര്യം. എന്നാൽ എന്താ, കിളി പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? കിളി പോലത്തെ നല്ല കിളി പോയ ഒരു പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞായിരിക്കും കറക്റ്റ്. എടി മരപ്പാവേ, കുഞ്ഞമ്മ ചോദിച്ചായിരുന്നു. ഒരാൾക്കും ഞാൻ ഇത് കൊടുക്കത്തില്ല, അവളെ കാര്യം ഞാൻ പറയാം. പാവയുടെ കാര്യമല്ല, കുഞ്ഞമ്മ ചോദിച്ച് 2 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, വിശേഷം ഒന്നും ആയില്ലേ? അയ്യോ പറയണ്ടേ, എന്റെ ചുപ്പന്റെ പിറന്നാളാണെന്ന്. എന്റെ പിറന്നാളെന്നടി? ചേട്ടന്റെ പിറന്നാൾ എന്നായിരുന്നു കേട്ടാ? എന്റെ അണിഞ്ഞൂടാ, ചുപ്പുവിന്റെ പിറന്നാൾ അവക്ക് അറിയാം. എടി അതല്ല കുഞ്ഞമ്മ ചോദിച്ചത്, വേറെ വിശേഷം ഒന്നും ആയില്ലേന്ന്. അടുത്ത ആഴ്ച ദീപാവലിയല്ലേ? അടുത്ത ആഴ്ച നിന്റെ തലക്കകത്ത് എന്തുവാണ്? തലക്കകത്തൊന്നുമില്ല, ഞാൻ അല്ലാതെ പറഞ്ഞ നിന്റെ തലക്കകത്ത് എന്താന്ന്. എന്റെ തലയിലൊന്നുമില്ല അറിഞ്ഞൂടെ? എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നും ഇങ്ങനെ പാവം മാത്രം മതിയോ? പിന്നെന്താ, നമുക്കൊരു വാവയും കൂടി വേണ്ടേ? അതാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ആരാ പറഞ്ഞ നമുക്ക് വാവയില്ലെന്ന്? ഇത് ചുപ്പൻ, ഇത് ചുപ്പന്റെ വാവ. മിണ്ടാപ്രാണിക്ക് ഒരു വാവ. മരവാഴ കണക്കിക്കണേ, എനിക്കൊരെണ്ണം ഇല്ലല്ലേ. പോയി ആ വെട്ടുകത്തി എടുത്തോണ്ട് വാ. എന്തിനാട്ടാ വെട്ടുകത്തി? അകത്തൊരു ഉപയോഗം ഇല്ലാതെ ഒരു കട്ടിൽ കിടക്കുന്നില്ലേ, അത് വെട്ടിക്കേറി ഞാൻ തീയായിരിക്കും. അയ്യോ, അപ്പൊ നമുക്ക് ചാച്ചണ്ടേ? ചാച്ചിയാലും ബേക്ക് വേഷായിട്ടുണ്ട്. അണ്ണാ അറിയാമോ, 10 അടി വീതിയുള്ള കട്ടില്. ഇവിടെ ഞാൻ കിടക്കും, ഇവിടെ അവളെ കിടക്കും, നടുക്കൊരു 87 പാവ കിടക്കും. ആദ്യരാത്രിയായ എവിടെ തപ്പി തപ്പി ഓരോ പാവയും കളഞ്ഞ് ഇവിടെ അടുത്ത് ചെല്ലുമ്പോ നേരം വെളുക്കും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ചേട്ടൻ എന്നെ കരയിപ്പിക്കും, അല്ലെങ്കിൽ തന്നെ സങ്കടം വന്നിരിക്കുകയാണ്. എനിക്ക് എന്തടി നിനക്ക് ഇത്ര സങ്കടം? രാജസ്ഥാനിൽ പോവല്ലേ? ആരടി പറഞ്ഞ രാജസ്ഥാനിൽ പോവാന്ന്? അവിടെ മണല്. അതല്ല, പിന്നെ ചേട്ടൻ രാജസ്ഥാനിലേക്ക് പോവല്ലേ? പിന്നെ എനിക്ക് രാജസ്ഥാനിൽ പോകണ്ടേ? ഇവിടെ ആണെങ്കിൽ ആകപ്പാടെ 20,000 രൂപ അങ്ങനെ മാസ ശമ്പളം ഉള്ളൂ. അതിൽ 60,000 രൂപ നമുക്ക് പാവ മേടിക്കണം. അവിടെ 2 ലക്ഷം രൂപ ശമ്പളം, വലിയ ജോലിയാ. പിന്നെ ഞാൻ മറ്റന്നാള് അവിടെ ജോയിൻ ചെയ്യും. ഇന്ന് ഞാൻ യാത്ര പോകുമ്പോയിട്ട്. അതെ, ചേട്ടൻ ജോലിക്ക് പോകുമ്പോഴേ ചേട്ടന് തരാൻ ഒരു സർപ്രൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് അവിടെ പോയി തുണി എഴുവാനോ? എന്തോ സർപ്പം കണ്ടുപിടിച്ചു. സർപ്രൈസ്. ആ സർപ്രൈസ്, ദൈവമേ, ഇതൊരു സർപ്രൈസ് കിട്ടുന്നു, ഇതെടുത്ത് കൊണ്ടുപോകുന്നു. എന്താ മനസ്സിലായോ? മനസ്സിലായി. എന്താ ഇതിന്റെ അകത്ത് ടണ്ടടേ? ടണ്ടടയില്ല. പിന്നെ ഇതിനകത്ത് ചേട്ടൻ അവിടെ പോകുമ്പോ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു പാവ. ഇത്രയും പാവയൊന്നും പോരാ, ഇനി പാഴ്സൽ തന്നു വിടുക. ഇത് രാജസ്ഥാനിൽ പോയി ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കണം. അയ്യോ, ഇത് വെറും പാവയല്ല. പിന്നെ റിസഭാവയാണോ? റിസഭാവയല്ല. പിന്നെന്തുവാ? ഇത് ലബൂബ്. എന്തോടി പറഞ്ഞ? ലബൂബ്. ലബൂബ്? ദൈവമേ, യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പാവ ഉള്ളിടത്ത് അപശകുനവാടി. പൊന്നേട്ടാ, ഞാൻ അതൊക്കെ കേട്ടിട്ടുള്ളതാ. അതൊക്കെ അന്ധവിശ്വാസമല്ലേ? അതെ, ഇത് 2025. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇത് തുറന്ന് നോക്ക്, ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദൈവമേ, കുടിക്കാനുള്ള ഉയിര് എനിക്ക് കാണുവോ എന്തോ. ഇവക്കാണെങ്കിൽ പുത്തിയില്ലാതെ ആ സാധനം ഓർഡർ ചെയ്ത്. ജീവ, ലബൂബ് അറിയോ? പിന്നെ അറിയാം. ഇവിടെ അറിയാത്ത പലരും ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. അത് ഒരു സെലിബ്രിറ്റി ബാഗിൽ തൂക്കിട്ടുണ്ടെന്ന പാവയാ. പാവയാണ്. അങ്ങനെ അത് ഒരുപാട് കുട്ടികളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വന്നു കഴിഞ്ഞാൽ ജൂനിയർ മാൻഡ്രയ്ക്ക് പോലെ ഒരു ആവശ്യകരം വന്ന് ഇവിടെ പറയുന്നുണ്ട്. പുറത്തങ്ങനെ ഉണ്ടോ? ഇരിക്കുന്ന മുടിയത്തില്ലയോ? അങ്ങനെ കേൾക്കുന്നു. അങ്ങനെ കേട്ടുണ്ട്. അവക്ക് പുത്തിയില്ല, അവൾ ഓരോ സാധനങ്ങൾ. ഒരു മിനിറ്റ്. ഹലോ ബോസേ, ഞാൻ ഇന്ന് വൈകിട്ട് കയറും. വരണ്ടേന്നോ? ജോലി പോയെന്നാ? വേറെ ആളെ കയറ്റിയെന്നാ? ലബൂബ് പണി തുടങ്ങി. ജീവ, ഞാൻ എന്തോ ചെയ്യൂടെ ഈ സാധനവും പിടിച്ചോണ്ടിരിക്കുവാണ്. എന്തോ ഈ ജൂനിയർ മാൻഡ്രക്ക് പോലെ തിരിച്ചുകൊണ്ട് അങ്ങ് കൊടുത്ത സന്തോഷത്തോടെ മേടിച്ച ഈ ഷാബൊക്കെ അവർക്ക് പോവോടെ? ആ സെയിം ഒരു പരിപാടിയാണല്ലോ ഈ പാവ ചെയ്യുന്നത്. ചിലപ്പോ അങ്ങനെ കൊടുത്താൽ വർക്കാവും. ജീവ, നീ ഹാപ്പി ആണടാ? അല്ല 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 ഇക്ക, ഇത് മേടിച്ചോണ്ട് പോക്ക. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാ. വേണോ? ആർക്കേലും വേണോ?
അയ്യോ വേണ്ട ദൈവമേ, ഇനി ഞാൻ ഏത് കിഴങ്ങന്റെ തലമണ്ടെ കെട്ടിവെക്കുവോ ഇത്? തലമണ്ട കൊണ്ട് കെട്ടി വേടാ. ആവശ്യമില്ലാതെ ഒരു തലമണ്ട ഇവിടെ വേസ്റ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ. ആരോ ദുരിതം ചോദിച്ചു മേടിച്ചു വരുന്നു. ഇയാള് വരുന്നില്ലേ എന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ഇത് ആരിത്? ആഹാ, കൊള്ളാം, പലിശക്കാരൻ മദനൻ. അങ്ങനെയല്ല പറയാനുള്ളത്, കൊള്ളപ്പലിശക്കാരൻ മദനൻ. ദൈവമേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അതല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടായാലും ശരി, നിന്റെ ഒക്കെ തന്ന പൈസയുടെ പലിശ മാറ്റോണ്ടേ മദന മോഹൻ ഇവിടുന്ന് പോവുള്ള. അതല്ലെങ്കിലും വേറെ പലതും ഞാൻ നിന്റെ മണ്ട അടിച്ചേപ്പിക്കുമല്ലേ. പൈസ മാറ്റിട്ടുണ്ടെങ്കിൽ പൈസയുടെ അതിന്റെ പലിശതാ, കൃത്യമായിട്ട് പലിശതാ. പലിശ തരാന്ന്. എന്ന് തരും? കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോ യോൻ പറഞ്ഞു മോന്റെ കൊടുക്കാന്ന്. ഏത് മോന്റെ കൊടുക്കാന്ന്? ഏത് മോന്റെല്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇല്ല, പിന്നെ പറഞ്ഞു മോന്റെ. ഞാൻ മോന്റെ MONDAY കൊടുക്കാൻ പറഞ്ഞില്ലേ? ഭൂലോക തോൽവി, അത് മണ്ടേ. തിങ്കളാഴ്ച. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ഭയങ്കര വിദ്യാഭ്യാസം തന്നെയല്ലേ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് എന്റെ കുടുംബക്കാര് ഒരു പടി മേളിലോട്ടാണ്. എന്റെ വിദ്യാഭ്യാസത്തിന്റെ അവസാന കാലഘട്ടം എത്രയാണെന്ന് അറിയാമോ? 7ാം ക്ലാസ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? 8 തൊട്ട് കഞ്ഞിയില്ലല്ലോ. ആവശ്യമില്ലാതെ സംസാരിക്കാണ്ടല്ല. മര്യാദക്ക് പൈസ വെച്ചിട്ട് സംസാരിക്കാം അങ്ങോട്ട്. ആര് പറഞ്ഞു? നിങ്ങളുടെ കുറ്റമാണ്. കഴിഞ്ഞ മാസം പൈസ തരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? ഞാൻ വരാത്തതാ. എനിക്ക് വയ്യേ. വയ്യെങ്കിൽ വല്ല ആശുപത്രിയിലും പോയി കടാ. അതല്ല, എനിക്ക് ചിരിക്കാൻ വയ്യടാ. വയ്യെങ്കിൽ പിന്നെ എന്തിനു ചിരിക്കണം? നിനക്ക് വയ്യേ? അതല്ലെന്ന്, എന്റെ മാമ മരിച്ചുപോയി. മരിപ്പൊക്കെ ചിരിച്ചു പറഞ്ഞു. ഇവ എന്നാ ക്രൂരനാണെന്ന് നോക്കിയാണ്. ഈ മരിപ്പിന് പിന്നെ ചിരിക്കാതെ എന്തോ ചെയ്യും? എന്തുവാ? ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ചക്കക്കുരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷം എന്റെ മാമ ചാടിക്കറി പേര് കൊടുത്ത് ബിസ്ക്കറ്റ് കടി മത്സരത്തിന്. എന്നിട്ട് കാര്യം എന്താണെന്നറിയാ? കുറെ പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്നിരിക്കുകയല്ലേ, കിരികിരുത്ത് കൊണ്ട് കയറി അങ്ങ് പേര് കൊടുത്ത് ഒറ്റ ബിസിലടി ചാടി ബിസ്ക്കറ്റിൽ ഒരു കടി സ്പോട്ടിൽ തീർന്നു. നിസ്സാരം ബിസ്ക്കറ്റ് അടിച്ച് അങ്ങനെ തീരുവോ? എന്നെ നിന്നാണ് എന്നെ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കി ചാടി കടിച്ചത് ബിസ്ക്കറ്റിലല്ലടേ, പിന്നെ കത്തിക്കൊണ്ടിരുന്ന ബൾബിലായിരുന്നു. ഷൂന്നൊരു സൗണ്ട് കേട്ട് മാമൻ തീർന്നു. ഇത് ഭയങ്കര കോമഡിയാണ്. നീ ട്രാക്ക് മാറി പോവാണ്. പൈസ പലിശ വേടാ അങ്ങോട്ട്. അണ്ണ പൈസ ഞാൻ തരാണ. എന്റെ അവസ്ഥ പറഞ്ഞ ഒന്നാമത് എനിക്ക് ജോലി ഇല്ല. പോരാത്തിന് എന്റെ അവസ്ഥ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവൂല. പൈസ വെച്ചിട്ട് കളി അങ്ങോട്ട്. അണ്ണ സംഭവം എന്തോന്നറിയാമോ? ഞാൻ പൈസ തരാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര ഞാൻ തരാനുള്ളായിരുന്നേ? എനിക്കൊരു 4000 പലിശ തരാണ്ട്. ആണോ? ആ 4000 രൂപ കൂടെ എന്റെ പെണ്ണുമ്പോൾ ഒരു 1000 രൂപ കൂടി ചേർത്ത് ഒരു പാവയെ മേടിച്ചെണ്ണോ. പാവയെ കൊണ്ടുപോയി ഞാൻ വീട്ടിൽ എന്തോ ചെയ്യാൻ? എന്തോ ദിവ്യശക്തിയുള്ള പാവയെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. വേണ്ടെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞേക്കാം. ആരെങ്കിലും എടുത്തോണ്ട് എടുത്ത് കളയൊന്നും വേണ്ട. ഇനിയിപ്പം ഞാൻ എടുത്തോളാം. നിങ്ങൾ എനിക്ക് എത്ര രൂപ തരാണ്ടെന്ന് പറഞ്ഞത്? 4000 രൂപ. 4000 രൂപ. 5000 രൂപയുടെ ഒരു കണക്കുണ്ടല്ലോ. 1000 രൂപ ഞാൻ തരൂല കേട്ടോ. തരൂലല്ലേ? സീരിയസ് തരണം. ചിരിച്ചേ. 1000 രൂപ എനിക്ക് വേണ്ട. ചിരിക്കൂ. ആ മോണ കാണട്ടെ. സന്തോഷത്തോടെ മേടിക്കൂ. ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഈ സന്തോഷം എനിക്ക് ഇടയ്ക്ക് അങ്ങ് പോണുണ്ടോ? സന്തോഷത്തോടെ അല്ലേ മേടിച്ചത്? അതിന്റെ ഇടയിൽ ഭയങ്കര ഒരു വിഷമം കിടന്ന് എന്നെ ഭയങ്കരമായിട്ട് അലട്ടത്. എന്തുവാ? കഴിഞ്ഞ ആഴ്ച അമ്മൂമ്മയുടെ ടാണ്ടായിരുന്നു. അമ്മൂമ്മയുടെ ടാണ്ടയോ? അപ്പൂപ്പന്റെ ടാണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ ടാണ്ട് പറയൂലേ? ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഓരോ വർഷം കഴിയുമ്പോ ടാണ്ട് വരൂലേ? നിങ്ങളെ വീട്ടിൽ വരൂലേ ടാണ്ട്? 7ാം ക്ലാസ് ഒന്ന് തെളിയിക്കുവാണ്. എന്തോ അത്? ആണ്ട് അപ്പൂപ്പന്റെ ആണ്ട്, അമ്മൂമ്മയുടെ ആണ്ട്. അതാണ്. അമ്മൂമ്മ 98 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടാണ് മരിച്ചത്. അപ്പൊ സന്തോഷിക്കുമല്ലോ. ഞാൻ ഇത്രയും വയസ്സ് വരെ ജീവിച്ചില്ലേ? ഇല്ല, എന്നാലും ഞാൻ സന്തോഷിക്കൂല. എനിക്ക് വിഷമമുണ്ട്. എന്ത് വിഷമം? ഞങ്ങളെ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇതാണ്, ആയുസാണ്. ജോത്സ്യം പറഞ്ഞേക്കണ എന്തെന്നറിയാം? എന്തുവാ? 157 വയസ്സ് വരെ ഞാൻ നിന്ന് കത്തു വന്നു. അതുവരെ ഒന്നും നിന്ന് കത്തൂല. ചിരിച്ചേ. ചിരിച്ച് ഓണ കാണിക്കൂ. ഇപ്പൊ സന്തോഷമായി. സന്തോഷമായല്ലേ? സന്തോഷം. ഒരു കോള് പറഞ്ഞു. ഒരു മിനിറ്റ്. ഹലോ. അയ്യോ എന്തുവാ? വീട്ടില് ഭയങ്കര ഒരു സംഭവം നടന്ന്. എന്തുവാ? അയ്യോ, എന്റെ പട്ടി ഇത്ര നിങ്ങളുള്ളൊരു തൊടലിൽ കെട്ടിയിട്ടിരുന്നേ. ആ പട്ടി ഈ തൊടലും പൊട്ടിച്ച് കിണറ്റിയെടുത്ത് ചാടിയെന്ന്. ദൈവമേ, ലബൂബ് പണി തുടങ്ങി. ഒരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് പോകും. പാവം പട്ടി ഒന്ന് വെള്ളത്തിൽ നിന്ന് എടുക്ക്. അത്ര പാവമൊന്നുമല്ല. അതിനെ കണ്ണു കെട്ടി അവിടെ കൊണ്ട് കളയാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഈ ചെരുപ്പൊക്കെ കടിച്ചെടുത്തോണ്ട് വരുമെന്നേ. ഒരു കാര്യം ചെയ്യ്, പലിശയുടെ സാധനം കിട്ടിയില്ലേ? പെട്ടെന്ന് പോയി. അതല്ല, എന്തുവാ? ചെറിയൊരു പരവേശം തുടങ്ങി. കുടിക്കാൻ ശകലം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അവസാന വെള്ളം എന്റെ ഇന്ന് കുടിച്ച് ചാവാനാണ് യോഗം. കൊണ്ടുതരാം. ശകലം വെള്ളം കിട്ടും. കൊണ്ടുതരാം. ലക്കടിച്ചറാ. 5000 രൂപ പാവ. അയ്യോ, ഷാരൂഖ് ഖാന്റെ അനിയത്തി. എന്ത് പാവം കൊണ്ട്
സാധനം ഇത് ഞാൻ 4000 രൂപയ്ക്ക് മാറ്റി വെച്ച സാധനം. അയ്യോ, അതെന്റെ പാവയാ. ഓ പെണ്ണുമ്പിള്ള ഞാൻ മാറ്റി ചുമ്മാ ഇരിക്ക്. പിടിക്കല്. ഇത് എന്ത് കഷ്ടം നോക്കണ്ടേ. വല്ല കുഴപ്പമുണ്ടോ? കാലിന് കൈക്ക് കുഴപ്പമില്ല. കുടിക്ക് പരവേശം മാറി. മരവശം മതി. കയ്യെ വെച്ചിരുന്ന സാധനം അവിടെ അവിടെ പെണ്ണുമ്പിള്ള പിടിച്ചു മാറ്റോണ്ട് പോയെന്ന്. നീ എന്തിനടി ഇത് അവന്റെ ഇത് മേടിച്ചത്? അയ്യോ, പിന്നെ ഞാൻ ഓൺലൈനിൽ വെച്ച സാധനം ഞാൻ കൊടുക്കത്തില്ല. കൊടുക്കൂല. എടി, കൊടുക്കടി അവിടെ. കൊടുക്കൂല. ഞാൻ പറയടാ. അതെന്തു അടിയാ വരുന്നത്? അയ്യോ, ചേട്ടാ, നമ്മുടെ തെങ്ങ് മൂടോട് വീഴാ കാറിന്റെ മുകളിലേക്ക് വീഴാൻ പോവാ. ദൈവമേ, ലബൂബ് വീണ്ടും പണി തുടങ്ങി. ഈ സിറ്റുവേഷനിലെ എക്സ്പ്രഷൻ ഇങ്ങനെ അല്ല. എനിക്കറിയാം ഇത് ഞെട്ട് 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 ഞെട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം. കൊടുക്കടി. ഞാൻ കൊടുക്കൂല. കൊടുക്കടി. ഞാൻ കൊടുക്കൂല. എടി, കൊടുക്കടി അത്. നിങ്ങൾക്ക് പൈസ അല്ലോണ്ടത്, പൈസ മേടിച്ചിട്ട് പോയേ. പൈസ തന്നെ വാങ്ങിക്കണ സംഭവമൊന്നുമില്ല. ഞാനൊരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടേ പോകും. ചേട്ടാ, ഞാൻ കൊടുക്കത്തില്ല. ഓണ കാണിക്ക്. ഭയങ്കര ഹാപ്പിയായി. ഹാപ്പിയായില്ലേ? സൈലൻസ്. വീട്ടിൽ നിന്നൊരു കോള്. ഹലോ. അയ്യോ എന്തുവാ? അയ്യോ അയ്യോ വിളി. അയ്യോ അയ്യോ എന്ന് വിളിക്കാനല്ല, ഒരു അയ്യോ വിളി കേട്ടാ. അയ്യോ, അയ്യോ വിളി കേൾക്കാം. അതാണ്. എന്തുവാ? ഭയങ്കര ഒരു സംഭവം നടന്നു വീട്ടില്. ദൈവമേ, ലബൂബ് വീണ്ടും വീണ്ടും പണി കൊടുക്കുവാണല്ലോ അവന്. സംഭവം നടന്നറിയാമോ? എന്റെ വീട് വലിയൊരു കുന്നിന്റെ മണ്ടയിലാണ്. വീട് ഒലിച്ചിറങ്ങി താഴെ ഉള്ള ഷിബുവിന്റെ ടെറസിന്റെ മണ്ടയിൽ വന്നിരിക്കണെന്ന്. ആണോ? എന്നിട്ട് പെണ്ണുമ്പള ചോദിച്ചില്ലേ? പെണ്ണുമ്പിള്ള ചോദിച്ചപ്പോ ഷിബു പറയാണ് ആ വീട് അവന് ദൈവം കൊടുത്താണ്, തരൂലെന്ന്. അത് കൊള്ളാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, പെണ്ണുമ്പുള്ളടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അവളടുത്ത് വിളിച്ചാ അവള് വരൂല. എന്താ? അവള് പറയാണ് ഷിബുവിനെ ദൈവം അവക്ക് കൊടുത്താണ്, അവൾ അതുകൊണ്ട് വരൂല. നീ മിനിറ്റ് എവിടെ നിക്കേ? എടി, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അത് അപശകനുള്ള പാവയാണെന്ന്. ആ സാധനം എന്റെ കൈ കിട്ടിയപ്പോ ജോലി പോയി. നാണ്ട തെങ്ങ് അങ്ങാണ്ട് വന്ന് കാറിന്റെ മണ്ടേ വീണ് പട്ടി കണത്തിച്ചാടി. നാണ്ട പെണ്ണുമുള്ള ഷിബുവിന്റെ കൂടെ പോയി. ഇതങ്ങാനും അയാടുത്ത് പറഞ്ഞ അയാൾക്കുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയാണ്. പാവം പോയി, രക്ഷപ്പെട്ട്. സന്തോഷം. കണ്ട കാലം കോഴി കരയണ കണ്ട. ഇവിടെ നിന്നെല്ലാം നിങ്ങൾ എന്തോന്ന് മടിയറ കാണിച്ച ഭാര്യ ഭർത്താവും കൂടെ ഇല്ല. എടാ, ഈ കുന്തറാണ്ടത്തിന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്റെ കയ്യിൽ തരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതല്ല. ഞാൻ എന്തോന്ന് ചതിയാണ് നിങ്ങളടുത്ത് ചെയ്തത്. ചെയ്തില്ല. ഭയങ്കര മോശമായി പോയിട്ടാ. ഒന്ന് പിടിക്കോ, മുണ്ടൊന്ന് എടുത്തോട്ട് കൊടുക്ക്. പാവല്ലേ? പാവല്ലേ സാധനം നിങ്ങളുടെ കയ്യിലാ. പിടി. അയ്യോ, ഇത് തരില്ല. ആരെങ്കിലും പിടി. ഊരും പേരും അറിഞ്ഞുകൂടാത്ത നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഞാൻ എണ്ണി തന്ന പലിശ പോലും മാറ്റാതെ തന്ന. നിങ്ങൾക്ക് പലിശയല്ലേ വേണ്ടത്? എനിക്ക് പലിശ വേണം. പിടിക്ക്, പലിശ തരാം. അത്രയല്ലേ ഉള്ളൂ. വേണ്ട, എന്നോട് പറ്റൂല. ഞാൻ കളയും. ചോര തുപ്പിച്ചാവും. കളയൂല. നിങ്ങളെ കയ്യിൽ എന്തോന്നിരിക്കണത്? എന്റെ കൈ ഒന്നുമില്ലല്ലേ. ഇപ്പൊ എല്ലാം അല്ല. ചേട്ടാ, ഒരു പരിഹരിക്കുന്നുണ്ടേ. എന്നെ തരില്ല, അമ്മേണ എന്റെ തരില്ലേ. പോട്ടെ. അയ്യോ, എറിഞ്ഞ എന്തോ ചോര തുപ്പെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ചേട്ടാ, കൊറിയർ മാറിപ്പോയി. അയ്യോ, ആ രാജ്യക്കാരെന്തോ ചെയ്യൂടി? എന്തോന്ന്? കൊറിയ എവിടെ മാറിപ്പോയി എന്ന് പറഞ്ഞ്. കൊറിയ മാറിയെന്നല്ല പറഞ്ഞത്, കൊറിയർ മാറിപ്പോയിന്ന്. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ലബൂബ് ഇതാണ്. അപ്പൊ ഈ ഇരിക്കണത് അത് അപ്പുറത്തെ വീട്ടിലെ ശ്രീജക്ക് വന്ന ചുരിദാരം കണ്ട. ആണോ? അപ്പൊ ഈ കാരണം കൊണ്ട് ഇത്രയും വിഷയം ഉണ്ടായത് എവിടെ? ഇവര് പ്രശ്നം നടന്ന് തെങ്ങ് മറിഞ്ഞു, കാറിന്റെ മണ്ടേ. എന്റെ ഏട്ടാ, അത് മൂട് പോയ തെങ്ങായിരുന്നു. എപ്പോഴായാലും വീഴാൻ നിന്നതല്ലേ അത്. അപ്പൊ അതിന്റെ പ്രശ്നമല്ലേ? അല്ല. അതെ, ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. ഇത് ചെറുതാറായി പാവയൊന്നും കൊണ്ട് സംഭവിക്കുന്നതല്ല. എന്തായാലും എനിക്കിത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ ഇത് പൊട്ടിക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് പൊട്ടിക്കല്ലേ. ഇത് പൊട്ടിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരുമോ? ഞാൻ പൊട്ടിച്ചോളാം. സന്തോഷത്തോടെ പൊട്ടിക്കണേ. ഞാൻ സന്തോഷത്തോടെ പൊട്ടിക്കട്ടാ. അമ്മച്ചിയേ, ലബൂബ പണി തുടങ്ങി. എടി, ഈ പുല്ല് എവിടെയും കൊണ്ട് കളയടി. ലബൂബിന് നല്ലൊരു കൈയടി കൊടുത്തേ. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ സ്കിറ്റിന് ഒരിക്കലും നമുക്കൊരു ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കളിയുടെ പഞ്ചിൽ നമ്മൾ ആ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നോക്കിയിരിക്കും. അത്ര ഫാസ്റ്റായിട്ട് ഒന്നും തെറ്റിക്കാതെ നല്ല ടെമ്പോയിൽ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ എന്താണോ മാറ്റർ പിടിക്കുന്നത് ആ മാറ്ററിനനുസരിച്ചുള്ള ടെമ്പോ കൊടുത്ത് നിങ്ങൾ കളിച്ച് കയറി പോകുക. ആ സാധനം അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തപ്പിയെടുക്കേണ്ട കുറച്ചുകൂടെ കൗണ്ടറൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ വലിച്ചു കയറ്റി ഇടുകയാണെങ്കിൽ ഡബിളിങ് ആയി അങ്ങ് മാറും. നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തു. ഇതിനിടയ്ക്ക് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നം മറ്റേ സിനിമ നമ്മൾ കണ്ടതാണ്. അതല്ലാതെ ഇപ്പോൾ വീടുകളിലൊക്കെ ഈ യൂട്യൂബിൽ അതിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ ഈ
സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥം ഉള്ളതാണോ? കുട്ടികളുടെ ഇടയ്ക്ക് എന്നല്ല, ടീനേജേഴ്സ് ജെൻസി കിഡ്സിന്റെ ഇടയ്ക്കുള്ള ഒരു ട്രെൻഡായി. ട്രെൻഡിങ് ഉള്ള സാധനമാണത്. ആണോ? അത് എന്തോ ഒരു എയർപോർട്ട് ലുക്കിൽ എന്തോ ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി, അത് ആരാണെന്നുള്ളത് എനിക്കറിയത്തില്ല, ആളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബാഗിൽ ഇട്ട സാധനമാണ്. അങ്ങനത്തെ ഒരു പാവയത്. അങ്ങനെ പിന്നെ അത് ട്രെൻഡ് ഫോളോ ചെയ്ത് അതിന് ആ ചെറിയ പാവയ്ക്ക് ഭയങ്കര പൈസ കൊടുത്ത അത് ഏതോ ഒരു സ്റ്റോറ് ഒരു ദിവസം 2 ദിവസം കൊണ്ടാണ് കോടിക്കണക്കിന് ബിസിനസ് ഉണ്ടാക്കുന്നത് ഈ പാവ. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പൊ കുറെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ ഇപ്പൊ വാശി പിടിക്കുന്ന ഒരു സംഭവം ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ട്രെൻഡാണ് ഇത്. അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇത് മതി. പക്ഷേ ഈ ഒരു നെഗറ്റീവ് സാധനം പറഞ്ഞുണ്ടാക്കിയാണെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള പാവക്കച്ചവടക്കാർ ഇറക്കിയതായിരിക്കും. അത് അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, അതിന് ഷേപ്പ് എങ്ങനെയല്ലേ? അതിന് കാണാൻ എങ്ങനെയാ? ആണോ? ഇപ്പൊ ഉള്ള പാവകള് എന്ന് വെച്ചാൽ ടോയ്സ് സംഭവങ്ങളെല്ലാം അങ്ങനത്തെയാണ്. നമ്മൾ ആ സിനിമയിൽ കാണുന്ന പാവനൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കണം. കണ്ണീന്ന് ബ്ലഡ് ഒഴുകണത്, മറ്റേ അതൊക്കെയാണ് ഇപ്പൊ പിള്ളേർക്ക് ഇഷ്ടം. അതൊക്കെ ട്രെൻഡാണ് ഇപ്പൊ. എന്തായാലും ആ ഒരു സബ്ജക്റ്റ് എടുത്തത് തന്നെ നന്നായി. കാര്യം അതിൽ എനിക്കറിയാൻ പാടില്ലാത്തത് ഇപ്പം ഞാൻ ചോദിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് ഇതറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് അതും ഒരു അറിവായിട്ട് കിട്ടുമല്ലോ. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. 3 പേരും നല്ല രസമായിട്ടാണ് ചെയ്തത്. സൂര്യ ശകലം ഇച്ചിരി കുറഞ്ഞു പോയെന്നേ ഉള്ളൂ, കുറച്ചു നേരം മാറി നിൽക്കേണ്ട വന്നു. എന്നാലും നല്ല രസമായിട്ട് നിങ്ങൾ കൊണ്ടുപോയത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. ഗംഭീരമായിരുന്നു, ഗംഭീര പ്ലേ ആയിരുന്നു. കോമഡിയാണ് സാധാരണ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കോമഡി വേണം, കൗണ്ടർ വേണം, ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചിരിയുടെയൊക്കെ മുകളിൽ നിങ്ങളുടെ പ്ലേ ഗംഭീരമായിരുന്നു. ബോയിങ് സിനിമ കാണുന്ന അന്നത്തെ ആ മോഹൻലാലിൻ്റെയും മുകേഷിൻ്റെയും കളി പോലെ നിങ്ങൾ രണ്ടുപേരും കിടന്ന് ശരിക്കും കസറി എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ആദ്യം കുറേ കോമഡികൾ വരുന്നുണ്ട്. ഇതിനോടുള്ള ആ ഒരു താല്പര്യം മനസ്സിലായില്ലേ? സൂര്യക്കിനകത്തുള്ള താല്പര്യത്തെക്കുറിച്ച് നല്ല രസമുള്ള കൗണ്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. കട്ടിലിൻ്റെ അപ്പുറം ഇപ്പുറവും കിടക്കും, പിന്നെ അവസാനം അവിടെ എത്താനായിട്ട് നേരം വെളുക്കും, 10-70 പാവകൾ നടുക്കുണ്ടെന്നൊക്കെ പറയുന്നതും. പിന്നെ ആ സെറ്റും ഗംഭീരമായിരുന്നു. കാരണം ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ഡോളും ആ ഡോളിൻ്റെ അതേപോലത്തെ തന്നെ സെറ്റിലും രണ്ടും ചിലപ്പോൾ ചേരാതെ വരും. ഇത് അതേപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഈ അന്ധവിശ്വാസമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് അന്ധവിശ്വാസത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ. ആളുകൾ ഏറ്റവും കൂടുതൽ കാശെടുത്ത് എറിയുന്നത് ഈ അന്ധവിശ്വാസത്തിലാണ്. ബാക്കി അപ്പന് സുഖമില്ല, അമ്മക്ക് സുഖമില്ല, ഡ്രസ്സ് വാങ്ങി, ഇതിനൊക്കെ കാശ് മടിയാണ്. പക്ഷെ അന്ധവിശ്വാസത്തിനെടുത്ത് കോടികൾ മുടക്കാൻ ആളുകൾ തയ്യാറാണ്. സുഖമില്ലായ്മയ്ക്കും ഇതേപോലെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുമെന്നും പറഞ്ഞാൽ അതും വാങ്ങിച്ചു വെക്കാറ്. ആശുപത്രി കൊണ്ടുപോകില്ല. ആശുപത്രി കൊണ്ടുപോയിട്ട് 5000 രൂപ ചിലവാക്കണതിന് ഒരു 50,000 രൂപ 1,00,000 രൂപ എടുത്ത് ചിലവാക്കിയാലും അവർ ഇതേപോലെ ലബൂബ വാങ്ങിച്ചു വെക്കും. ഈ ഒരു സ്റ്റേജിൽ, ഈ സ്റ്റേജിൽ നിന്നല്ല, മിമിക്രിയുടെ ഇങ്ങനത്തെ ഒരു കോമഡി സ്റ്റേജിൽ ഇതുവരെയും വരാത്തൊരു പുതിയ സബ്ജക്റ്റ് എടുത്തതിന് നല്ലൊരു കൈഡി. ബെസ്റ്റ് ഓഫ് ലക്ക്. സൂപ്പറായിരുന്നു. ഈ പറഞ്ഞോണം ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ. 3 പേരും എനിക്ക് തോന്നുന്നു നല്ല പടപടാന്ന് പറഞ്ഞ് നിന്നിരുന്നു. കാരണം ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് പോകാനായിട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്നു. കറക്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കളിച്ചേക്കണം ഇവിടെ. കറക്റ്റ് അത് അത്രയ്ക്ക് നല്ല അടുപ്പിച്ചിട്ട് ഒരു ലാഗില്ലാതെ കളിച്ച്. എനിക്ക് തോന്നുന്നു ഈ സാധനം ട്രെൻഡ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജൂനിയർ മാൻ റോക്ക് എന്നൊക്കെ നമുക്ക് പഴയെന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ സാധനം ലോകമെമ്പാടും ഇത് ട്രെൻഡായി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം എന്തായാലും ആ ത്രെഡ് മനോഹരമായിരുന്നു, നിങ്ങളുടെ അവതരണം മനോഹരമായിരുന്നു. അതിന് വേണ്ട എന്താ പറയണത് കോമഡികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് പറഞ്ഞ കൂട്ട് തന്നെ നിങ്ങളുടെ ടൈമിങ് ഭയങ്കരമാണ് കേട്ടോ. ഇത്രയും ഹൈ ലെവലിൽ കളിച്ചിട്ട് പിന്നെ ഇതിനകത്ത് ആ ടൈമിങ്ങും കൂടെ സംസാരത്തിന് വെർബലായിട്ടുള്ള എല്ലാം പറഞ്ഞത് ആ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പോണത് എത്ര പ്രാവശ്യം നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ, പാസ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഭയങ്കര ടൈമിങ്ങിലായിരുന്നു. നല്ല ഹൈ ലെവലിൽ പ്രസൻറ്റ് ചെയ്ത് ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും. അടുത്ത പ്രാവശ്യം ഇതുപോലെല്ലാം നല്ല പുതിയ കണ്ടന്റുകളില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഹൈ റേഞ്ചിൽ കളിക്കുക കേട്ടോ. ഓക്കെ. ഇത്രയും നന്നായിട്ട് കളിച്ച് എടുക്കുന്ന ഒരു ടീമിന് ഏറ്റവും നമുക്ക് ക്ഷാമം വരുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തിന്റെ പേരിലാണ്? കൗണ്ടറിന്റെ പേരിൽ മാത്രമാണ്. അതും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താറുണ്ടല്ലോ നിങ്ങളൊക്കെ ഏത് ലെവലിൽ ചെന്ന് വെച്ചാൽ പറക്കും. നിങ്ങൾ അത്രയ്ക്ക് നല്ല ആർട്ടിസ്റ്റുകളാണ് ചെയ്യാനായിട്ട് സ്റ്റേജിൽ. ഈ കൗണ്ടറിന്റെ ഒരു ക്ഷാമമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും എപ്പിസോഡുകളിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന കാരണം. പക്ഷേ നിങ്ങളുടെ കളിയുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മളത് അങ്ങോട്ട് മറന്നു പോകും. അപ്പോൾ അതാണ് പറഞ്ഞത്, കൗണ്ടർ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച സാധനം അത് കറക്റ്റായിട്ട് കളിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ വേറെ ഏത് ടീം കളിച്ചാലും ഇല്ലേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ 100% ഉറപ്പ്. മനസ്സിലായി? ആ ഒരു പെർഫെക്ഷൻ ഭയങ്കരമായിരുന്നു. കളി തന്നെ സൂപ്പറായിരുന്നു. ആരാണ് ആദ്യം? എത്ര രൂപ കൊടുക്കും? ഞാൻ കൊടുക്കാം. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ ഇതിലൂടെ ചേട്ടൻ്റെ വക. പ്രസാദിന്റെ വക എത്ര? ഞാനൊരു 5 കൂട്ടി 20 ആക്കി. 35,000 രൂപ. ബാക്കി ഇതാ ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്.
കുറച്ചുകൂടെ വേണം എന്താ കൗണ്ടർ അതുകൂടെ വന്നാൽ നമ്മള് Silver പറക്കും അടിച്ചേനെ. നമ്മള്. ലബു വേറിട്ടോ? വേണ്ട ചുപ്പനോട് അന്വേഷണം പറയണം. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോവാണ്. ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായിരിക്കണോ? അതെ. ക്ഷീണമൊക്കെ മാറ്റി നന്നായിട്ട് കിടന്നുറങ്ങുക. നാളെ നമ്മൾ ഇതിലും നല്ല സ്കിറ്റുകൾ കാണാൻ വരും. പോട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.